അന്തരിച്ച നടൻ സലീം കുമാറിന്റെ വീട്ടിൽ നടന്ന നവമാധ്യമ തിരക്ക് വല്ലാത്ത സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചടങ്ങുകൾ നടത്താൻ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ തടസ്സമായി. രോഗബാധിതനായി കിടന്നപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും സലീം കുമാറിനെതിരെ സൈബർ ആക്രമണം നടന്നു. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള ആക്രമണം കേരളത്തിന് യോജിച്ചതല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. അപ്പോ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞു. സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്കാണ്. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണ് ഇതിന്റെ പുറകിൽ? ഈ ക്യാമ്പയിന്റെ പുറകിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഒക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും, ഇത് ചെയ്യുന്ന ആളുകൾ.